അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മതപരമായ ഗ്രൂപ്പ് കോച്ചിങ്ങുകൾ നടത്തുമ്പോൾ അതിൽ പേഴ്സണലായിട്ട് ആളുകൾ വന്ന് പറയുന്ന സങ്കടങ്ങളാണ്. ആ സങ്കടങ്ങൾ കേട്ടാൽ മനസ്സിലാവും ഇത് കുറച്ച് ആളുകളുടെ പ്രശ്നമല്ല, ഒരുപാട് ആളുകൾ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്ന്. അതുകൊണ്ടാണ് ഇത് യൂട്യൂബിൽ ഒരു പോഡ്കാസ്റ്റായിട്ട് ഇടാമെന്ന് കരുതിയത്. ഇൻഷാ അല്ലാഹ്. പലരും പറയുന്ന സങ്കടം, അവർക്ക് ജീവിതം കുറച്ച് മുന്നോട്ട് പോയി ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു സ്റ്റക്കായതുപോലെ, ഒരു സന്തോഷം തോന്നുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എന്താണ് പറ്റിയതെന്നറിയില്ല, ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപാട് സങ്കടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലിങ്ങനെ കെട്ടിക്കിടക്കുന്നത് പോലെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു പക്ഷേ നമ്മൾ പലർക്കും വളരെ പേഴ്സണലായ കാര്യങ്ങളായിരിക്കും. കാരണം ഇത് മറ്റാരുടെയെങ്കിലും കഥയായിട്ടല്ല ഞാൻ പറയുന്നത്, നമ്മുടെ തന്നെ ജീവിതത്തിലെ ചില കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഉപദേശം പോലെയൊന്നും കേൾക്കണ്ട, നമ്മുടെ രണ്ടുപേര് ഇരുന്ന് സംസാരിക്കുന്നത് പോലെ കേട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരും സന്തോഷമായിരിക്കണം എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണോ? വീട്ടിലുള്ളവർക്ക് വിഷമം ഉണ്ടാകരുത്, ഭർത്താവിന് വിഷമമുണ്ടാകരുത്, മക്കൾക്കൊരു കുറവും വരരുത്, ഉമ്മയും ഉപ്പയും നിങ്ങളെക്കുറിച്ച് പരാതി പറയരുത്, ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും, അയൽക്കാർ എന്ത് പറയും എന്ന് നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളോട് ആരെങ്കിലും ഒന്ന് പിണങ്ങിയാൽ അതെങ്ങനെയെങ്കിലും ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും നിങ്ങളെന്ന് തെറ്റിദ്ധരിച്ചാൽ പോലും അവരെന്നെക്കുറിച്ച് മോശമായി ചിന്തിക്കരുത്, അല്ലെങ്കിൽ അവരെന്നെ ഒരു മോശ ആളായിട്ട് കരുതരുത് എന്ന് കരുതി നിങ്ങൾ വിഷമിക്കും. അങ്ങനെ എല്ലാവരുടെയും മനസ്സ് നോക്കി ജീവിക്കുന്നതിനിടയിൽ ഒരിക്കലെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, ഞാൻ എങ്ങനെയാണ്, എന്താണ് എൻ്റെ അവസ്ഥ, എന്താണ് എൻ്റെ സ്ഥിതി എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചില സ്ത്രീകളുടെ ജീവിതം നോക്കിയാൽ എനിക്ക് തോന്നാറുണ്ട്, അവർക്ക് ഇല്ല എന്ന് പറയാൻ അതൊരു കുറ്റബോധം പോലെയാണ്. ആരെങ്കിലും എന്തേലും ചോദിച്ചാൽ ചെയ്യാൻ കഴിയാത്ത കാര്യമാണെങ്കിലും ശരി ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും സാരമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിൽക്കും. മനസ്സിൽ വലിയ വിഷമം ഉണ്ടാവും ഇത് ചെയ്യുന്നത് ഓർത്തിട്ട്. എന്നാലും ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, ഞാൻ വയ്യ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് കരുതി മിണ്ടാതിരിക്കും. ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് മനസ്സിൽ കൊണ്ട് നടക്കും. പക്ഷേ ഇത് അവരോട് പറയില്ല, എന്താണ് മനസ്സിലുള്ളത് എന്ന് ആളുകളോട് പറയില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കും, എന്നിട്ട് കരയും. പക്ഷേ ആരും കാണാതെയായിരിക്കും കരയുക. നമ്മൾ കരഞ്ഞ് സ്വയം വേദനിച്ച് സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ എനിക്ക് വേദനയുണ്ട് എന്ന് പറയാൻ പോലും നമ്മൾ തയ്യാറാകുകയില്ല എന്നതാണ് സത്യം. എന്തിനാണ്? ഞാൻ കാരണം മറ്റൊരാൾക്ക് വിഷമമാകരുത് എന്നൊരു ചിന്ത. ഇത് കേൾക്കുമ്പോൾ നല്ല കാര്യമല്ലേ എന്ന് തോന്നും അല്ലേ? ഞാൻ കാരണം മറ്റൊരാളും വിഷമിക്കരുത് എന്ന് കരുതുന്നത് നല്ല കാര്യമല്ലേ എന്ന് നമുക്ക് പലർക്കും തോന്നുന്ന കാര്യമാണ്. അവൾ എത്ര നല്ലവളാണ്, എല്ലാവരെയും നോക്കുന്ന ആളാണ്, സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ നോക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളരെ സന്തോഷമായിരിക്കും. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് ഇത്തരം വാക്കുകളാണ്. പക്ഷേ ഒരു ചോദ്യം ചോദിക്കുകയാണ്, പുറത്തുള്ളവർ നിങ്ങളെ നല്ലവളായി കാണുന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയോ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മളെക്കുറിച്ച് നല്ലതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുകൂടി ഒന്ന് നോക്കേണ്ടതില്ലേ? ഇത് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നതും എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നതും ഒരേ കാര്യമല്ല. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, ഭർത്താവിനും ഭാര്യയ്ക്കും അവകാശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മക്കളോട് കരുണ കാണിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, അയൽക്കാരെ പരിഗണിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന നന്മകളാണ്. ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണ്.
പക്ഷേ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല. എല്ലാവരെ കൊണ്ടും നമ്മളെ ഇഷ്ടപ്പെടുത്തണം എന്നതല്ല ഇസ്ലാമിൻ്റെ ലക്ഷ്യം. അതല്ല ഇസ്ലാം കൽപ്പിക്കുന്നത്. അതൊരിക്കലും നമുക്കൊട്ട് സാധിക്കുകയില്ല. നിങ്ങൾ എത്ര നല്ല ആളായാലും ഒരാൾക്ക് ആർക്കെങ്കിലുമൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എത്ര സഹിച്ചാലും ആർക്കെങ്കിലുമൊക്കെ നിങ്ങളോട് പരാതി ഉണ്ടാവും. നിങ്ങൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഒരാളെങ്കിലും പറയും ഇവളതൊന്നും ശ്രദ്ധിച്ചില്ല, അവളതൊന്നും നോക്കിയില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് ചെയ്യുക? എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്ക് പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അല്ലേ? ഇവിടെയാണ് നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാട് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുക എന്നതാണോ? ഒരിക്കലുമല്ല, അല്ലേ? അള്ളാഹുവിൻ്റെ പ്രീതി നേടുക എന്നതാണ്. ഖുർആനിൽ അള്ളാഹു വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുമിച്ച് പരാമർശിക്കുന്നുണ്ട്. മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളും, വിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസികളായ സ്ത്രീകളും അവർ സത്യസന്ധരായവരും ക്ഷമിക്കുന്നവരും വിനയമുള്ളവരും നോമ്പ് നോൽക്കുന്നവരും അള്ളാഹുവിനെ അധികമായി ഓർക്കുന്നവരും ആയാൽ, ഇങ്ങനെ പല ഗുണങ്ങളും പറഞ്ഞ ശേഷം ഇവർക്കായി അള്ളാഹു മാപ്പും വലിയ പ്രതിഫലവും ഒരുക്കിയിരിക്കുന്നു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, ശ്രദ്ധയോടെ മനസ്സിലാക്കുക. മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളും, വിശ്വാസികളായ സ്ത്രീകളും വിശ്വാസികളായ പുരുഷന്മാരും അവർ എന്തൊക്കെയാണ് ആവേണ്ടത്? സത്യസന്ധരായവരാകണം, ക്ഷമിക്കുന്നവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം, നോമ്പ് നോൽക്കുന്നവരായിരിക്കണം, അള്ളാഹുവിനെ അധികമായി ഓർക്കുന്നവരായിരിക്കണം. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു പറയുന്നത് ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്നല്ല, ആളുകൾ ഏറ്റവും കൂടുതൽ പ്രശംസിച്ച സ്ത്രീകളും പുരുഷന്മാരും എന്നുമല്ല. അവരുടെ ഈമാൻ, അവളുടെ സത്യസന്ധത, അവളുടെ ക്ഷമ, അവളുടെ വിനയം, അവളുടെ ഇബാദത്ത്, അവളുടെ അള്ളാഹുവുമായുള്ള ബന്ധം, ഇവയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രധാനമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ വില ആളുകളുടെ കയ്യിൽ കൊടുക്കരുത്. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വരാം. നിനക്ക് ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതുക. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്ത് ചെയ്താലും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു പരാതി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കും ആ വ്യക്തി ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. ആ വ്യക്തിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമോ? ആ വ്യക്തി എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നാലോചിച്ചുകൊണ്ടിരിക്കുമോ? ആ വ്യക്തി എന്നെ മോശമായി കാണുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ എത്ര തീരുമാനങ്ങളാണ് ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ എടുത്തിട്ടുള്ളത്? ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ആൾക്കാരെന്ത് പറയും എന്ന്. നിങ്ങൾക്ക് വേണ്ടെന്ന് പറയേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താണ്? നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാകും എന്നൊറ്റ കാരണം കൊണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയേണ്ട ചില സാഹചര്യങ്ങൾ നിങ്ങളൊന്നും മിണ്ടാതെ ഇരുന്നിട്ടുണ്ടാവും. കാരണം എന്താണ്? ഞാൻ ഈ അഭിപ്രായം പറഞ്ഞാൽ എന്നെക്കുറിച്ച് മോശമായി വിചാരിക്കുമോ എന്ന് ചിന്തിച്ചിട്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്റ്റിയറിങ് ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശത്തിലാണോ? അതോ ആളുകളുടെ അഭിപ്രായത്തിലാണോ? ഇവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്താം. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവഗണിക്കണം എന്ന് ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇസ്ലാമികമായൊരു സമീപനമല്ല. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബത്തോട് ഉത്തരവാദിത്തമുണ്ട്, മാതാപിതാക്കളോട് ഉത്തരവാദിത്തമുണ്ട്, ഭർത്താവിനോടും ഭാര്യയോടും പരസ്പരം അവകാശങ്ങളുണ്ട്, മക്കളോട് ഉത്തരവാദിത്തമുണ്ട്. അതിനാൽ
എനിക്ക് എന്നെ സ്നേഹിക്കണം എന്ന പേരിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നതും ഒരിക്കലും ശരിയായ കാര്യമല്ല. പക്ഷെ അതേസമയം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്ന പേരിൽ നമ്മളെ തന്നെ സ്വയം തകർക്കുന്നതും ശരിയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ബാലൻസിൽ മുന്നോട്ട് പോകാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഹദീസുണ്ട്. പ്രവൃത്തികൾ ഉദ്ദേശങ്ങളെ ആശ്രയിച്ചാണ്. ഓരോരുത്തർക്കും അവൻ ഉദ്ദേശിച്ചതാണ് ലഭിക്കുക എന്നുള്ളത്. ഇത് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഈ ഹദീസ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലും വളരെ ആഴമുള്ള ഒരു ചോദ്യം ചോദിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഞാൻ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് സ്നേഹമുള്ളതിനാലാണോ? അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്കാണോ? അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്നതിൽ സന്തോഷിക്കുന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യന് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ മനുഷ്യൻ എന്നെ നല്ലവളായി കാണണം എന്ന ആഗ്രഹം കൊണ്ടാണോ? രണ്ടാമത്തേതാണെങ്കിൽ നമുക്ക് നമ്മുടെ നിയ്യത്ത് ഒന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും ആളുകളുടെ അംഗീകാരം നേടാനുള്ള ഒരു മാർഗമായി മാറിപ്പോകും. ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നീ നല്ല ആളാണ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ സന്തോഷമുണ്ടായിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ നീ നല്ല ആളാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ടാവും. അത് സ്വാഭാവികമാണ്. നമ്മൾ പ്രശംസ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ആ പ്രശംസ കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ ചെയ്ത നന്മയെ ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇത്രയും ചെയ്തിട്ടും ആരും നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ, അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവുമോ? ഇതാണ് നമ്മുടെ നിയ്യത്ത് പരിശോധിക്കേണ്ട സ്ഥലം. കാരണം ആളുകൾ കണ്ടാലും കാണാതിരുന്നാലും, ആളുകൾ നന്ദി പറഞ്ഞാലും പറയാതിരുന്നാലും അള്ളാഹു കാണുന്നുണ്ട്. നമ്മുടെ കണ്ണുനീര് കാണുന്നുണ്ട്, നമ്മുടെ ശ്രമങ്ങൾ കാണുന്നുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള വേദന അറിയുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ അപ്രിസിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ നന്മയുടെ വില ഒരിക്കലും കുറയുന്നില്ല. പക്ഷേ പല സ്ത്രീകളും ഇവിടെ ഒരു വലിയ തെറ്റ് ചെയ്യാറുള്ളത്, അവർ ഉള്ളിലിങ്ങനെ പരാതി വളർന്നുകൊണ്ടിരിക്കും. ഞാൻ എല്ലാവർക്കും വേണ്ടി ഇത്രയും ചെയ്യുന്നു, എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ പതിയെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഉള്ളിലിങ്ങനെ തങ്ങി നിൽക്കും. പിന്നെ ചെറിയൊരു കാര്യത്തിൽ വലിയ ദേഷ്യം വരും. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ ഇത്തരം കാര്യങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന്. ഇതിങ്ങനെ ഉള്ളിൽ തങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ദേഷ്യം വരും. ഒരു പക്ഷേ പ്രശ്നം ആ ഒരു ചെറിയ കാര്യമല്ല, ആ സമയത്ത് സംഭവിച്ച ചെറിയൊരു കാര്യമായിരിക്കില്ല. വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിനോട് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, സാരമില്ല ഒരു വട്ടം കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്രാവശ്യം അവർക്കിത് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ അവരെന്ത് കരുതും എന്ന് കരുതി സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ വേണ്ട എന്ന് മാറ്റിവെച്ച നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ, അവയെല്ലാം നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നത്, ഇനി മുതൽ മറ്റുള്ളവരെ നോക്കണ്ട എന്നല്ല. ഇനി എന്ത് വന്നാലും മറ്റുള്ളവരുടെ കാര്യം നോക്കുകയേ വേണ്ട, ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നല്ല. അത് വളരെ തെറ്റായൊരു മെസ്സേജ് ആയിരിക്കും. പകരം മറ്റുള്ളവരെ നോക്കുമ്പോൾ നിങ്ങളെ മറക്കരുത് എന്നാണ്. നിങ്ങൾക്ക് വിശ്രമം വേണം, നിങ്ങൾക്ക് ദുആ വേണം, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള സമയം വേണം, നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സ് കേൾക്കാനുള്ള സമയം വേണം. നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്കും വളരണം. തെറ്റുകളിൽ നിന്ന് നമുക്ക് പറ്റിപ്പോയ തെറ്റുകൾ നിങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റുകൾ തിരുത്തണം. നിങ്ങൾക്ക് ഒരു മനുഷ്യനായി ബുദ്ധിമുട്ടാം. എപ്പോഴും നമുക്കിങ്ങനെ ശക്തരായിരിക്കേണ്ടതില്ല. എല്ലാ കാര്യവും ഒറ്റയ്ക്ക് താങ്ങി നിർത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ റബ്ബുമായുള്ള ബന്ധം പോലും പിന്നിലേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. എന്നാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബ്ബുമായുള്ള ബന്ധം അതിൽ മാറ്റം വരാൻ പാടില്ല. ഒന്ന് ചിന്തിച്ച് നോക്കൂ. വീട്ടിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു, എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി,
മക്കളുടെ കാര്യങ്ങൾ ചെയ്തു, ഭർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്തു, വീട്ടുപണി ചെയ്തു, ബന്ധുക്കളുടെ കാര്യങ്ങൾ നോക്കി, എല്ലാവരെയും വിളിച്ചു, എല്ലാവരുടെ പ്രശ്നങ്ങളും കേട്ടു. പക്ഷേ നിങ്ങളൊരു 5 മിനിറ്റ് പോലും ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തിയില്ല എങ്കിൽ, അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തിയില്ല എങ്കിൽ, നിങ്ങളുടെ നമസ്കാരം പോലും ചിലപ്പോൾ വേഗത്തിൽ ഒരു കടമയ്ക്ക് ഒരു കുത്തിമറിയ നമസ്കാരം അങ്ങനെ തീർത്തുവെങ്കിൽ ഒരു ചോദ്യം സ്വയം ചോദിക്കണ്ടേ? എല്ലാവരെയും നോക്കിയപ്പോൾ നിങ്ങളുടെ റബ്ബുമായുള്ള ബന്ധത്തെ എവിടെയാണ് നിങ്ങൾ വെച്ചത്? ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്നതല്ല, നമ്മളൊക്കെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം മാത്രമാണ്. കാരണം മറ്റുള്ളവരുടെ ജീവിതം നോക്കുന്നതിനിടയിൽ നമ്മുടെ ആഖിറം മറന്നു പോകരുത്. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടെ പറയാം. ചിലപ്പോൾ നമ്മൾ നല്ലവളായിരിക്കണം എന്ന പേരിൽ തെറ്റായ കാര്യങ്ങൾക്ക് പോലും സമ്മതം പറയും. നമുക്കറിയാം അത് തെറ്റാണ്, മതപരമായിട്ട് തെറ്റാണ് എന്നറിയാം, എന്നാലും നമ്മൾ സമ്മതം പറയും. ഒരാൾ തെറ്റായ കാര്യം ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഇന്നിത് ചെയ്യാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയും എന്ന് കരുതി നമ്മൾ സമ്മതിക്കും. പക്ഷേ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനെ സന്തോഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. തെറ്റായൊരു കാര്യം ചെയ്യുമ്പോൾ ആളുകൾ ഒരുപക്ഷെ സന്തോഷിച്ചേക്കാം. മറ്റൊരാൾക്ക് വേണ്ടി നമ്മളൊരു കളവ് പറഞ്ഞാൽ അയാൾക്ക് സന്തോഷമായേക്കാം. അയാൾക്ക് വേണ്ടി നമ്മൾ അയാളുടെ കൂടെ സമയം ചിലവഴിക്കാൻ വേണ്ടി ഒരു തെറ്റായ കാര്യത്തിന് നമ്മൾ പോയാൽ അവർക്ക് സന്തോഷമായിട്ടുണ്ടാവും. പക്ഷേ ആ കാര്യങ്ങളൊന്നും അള്ളാഹുവിനെ സന്തോഷപ്പെടുത്താൻ ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് കഴിയില്ല. ഇവിടെ നമ്മുടെ പ്രയോറിറ്റി വളരെ ക്ലിയർ ആയിരിക്കണം. ആളുകളോടുള്ള സ്നേഹവും ബഹുമാനവും അത് അതിൻ്റെ സ്ഥാനത്ത് വെക്കണം. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന അതിനു മുകളിലായിരിക്കണം. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ലിസ്റ്റൊന്നും തരുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് മാറ്റാനും പറയുന്നില്ല. ഒരു ചെറിയ കാര്യം മാത്രം പറയാം. ഇന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ, നിങ്ങൾ ഉടനെ ശരി ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിന് മുമ്പ് 5 സെക്കൻഡ് ഒന്ന് നിൽക്കുക. അത്രമാത്രം, വെറും 5 സെക്കൻഡ്. എന്നിട്ട് സ്വയം ഒന്ന് ചോദിക്കുക, എനിക്കിത് ചെയ്യാൻ ഇപ്പോൾ പറ്റുമോ എന്നുള്ളത്, ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത്, ഞാനിത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്കാണോ അതോ ആളുകൾ എന്നെ നല്ലവളായി കാണണമെന്നതിനാലാണോ? ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനുള്ള തുടക്കം കുറിക്കലാണ്. ഇന്ന് രാത്രി ഒരു പേപ്പർ എടുക്കുക, അതിലെഴുതുക, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ എന്നെ എവിടെയാണ് മറന്നുപോയത് എന്ന്. ഈ ചോദ്യം എഴുതിയതിന് ശേഷം ഒരുപാട് ആലോചിക്കാതെ മനസ്സിൽ വരുന്നത് എന്താണോ അതങ്ങനെ തന്നെ എഴുതി വെക്കുക. ആദ്യം വരുന്ന 3 കാര്യങ്ങൾ എഴുതി വെക്കുക. ഒരു പക്ഷേ എനിക്ക് വിശ്രമിക്കാൻ അറിയില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ എനിക്കില്ല എന്ന് പറയാൻ പേടിയാണ് എന്നായിരിക്കും, ആളുകൾ എന്നെ മോശമായി കാണുമോ എന്ന ഒരു പേടിയായിരിക്കാം, എൻ്റെ ആവശ്യങ്ങൾ എപ്പോഴും അവസാനം ചെയ്യേണ്ടതാണ് എന്നതായിരിക്കാം, എനിക്ക് എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്നൊരു ചിന്തയായിരിക്കാം, എൻ്റെ സ്വന്തം ആഗ്രഹങ്ങൾ പോലും എനിക്കറിയില്ല എന്നായിരിക്കാം. നിങ്ങളുടെ ഉത്തരം എന്തായാലും അതെഴുതുക. ഇത് മറ്റുള്ളവരെ കാണിക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളും അള്ളാഹുവും മാത്രം അറിഞ്ഞാൽ മതി. കാരണം മാറ്റം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. ഇവിടെയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, എന്നിട്ടും എന്ത് ചെയ്യണം എന്ന് മനസ്സിലാകുന്നില്ല, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും പരിഹാരം കണ്ടെത്തുക എന്ന് മനസ്സിലാകുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ അതെ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഒരു കാര്യം തിരിച്ചറിയാനും കഴിയുന്നുണ്ട്, ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ വർഷങ്ങളായി നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട ചില പാറ്റേൺസ് ഉണ്ടാവും. എല്ലാവരെയും സന്തോഷിപ്പിക്കണം, ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നെ വെറുക്കും, എൻ്റെ കാര്യം ആദ്യം നോക്കുന്നത് സ്വാർത്ഥതയാണ്, എല്ലാം ഞാൻ തന്നെ ചെയ്യണം, ഞാൻ ശക്തയായിരിക്കണം, ഞാൻ കരയുന്നത് ദുർബലതയാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മുടെ ഉള്ളിലിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണെങ്കിൽ അത് എവിടെ നിന്നാണ് വന്നത്, അവ ശരിയാണോ, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇവ മാറ്റാൻ എങ്ങനെ തുടങ്ങണം? ഇവിടെയാണ് ഒരു ആഴത്തിലുള്ള ആത്മപരിശോധനയും ഒരു ഗൈഡഡ് വർക്കും ആവശ്യമായി വരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് അതൊക്കെ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ
പതിയെ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉത്തരങ്ങളൊന്നും നൽകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇന്ന് വേണ്ടത് എല്ലാ ഉത്തരങ്ങളും അല്ല. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണാൻ തുടങ്ങുക എന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ കരുതിയത് ഞാൻ വളരെ നല്ല ആളാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി ഇത്രയും ചെയ്യുന്നത് എന്നായിരിക്കും. പക്ഷേ ഇന്നൊന്നും കൂടി ചിന്തിക്കുക, ഞാൻ നല്ലവളായത് കൊണ്ടാണോ ഇത് ചെയ്യുന്നത്, അതോ ആരെങ്കിലും എന്നെ മോശമായി കാണുമോ എന്ന പേടിയിലാണോ എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിന്ന് ആദ്യമായി ഇത് മനസ്സിലായിട്ടുണ്ടാവും. അവസാനം ഒരു കാര്യം കൂടെ പറയാം. മറ്റുള്ളവരെ സ്നേഹിക്കണം, അവരെ പരിഗണിക്കണം, ബന്ധങ്ങൾ സൂക്ഷിക്കണം, നന്മ ചെയ്യണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കുടുംബത്തെ നോക്കണം, മക്കളെ സ്നേഹിക്കണം. പക്ഷേ ആരുടെ അംഗീകാരത്തിനായി നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. ആരുടെയും പ്രശംസക്കായിട്ട് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. ആരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ അള്ളാഹുവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തരുത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സത്യത്തിൽ നിങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കഴിയുന്ന നന്മ മാത്രം ചെയ്യുക, നിങ്ങളുടെ നീയത്ത് ശരിയാക്കുക, അള്ളാഹുവിൻ്റെ പരിധികൾ പാലിക്കുക, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക, പിന്നെ ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിക്കുക. കാരണം ആളുകൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം, പക്ഷേ അള്ളാഹുവിന് നിങ്ങളറിയാം. കാരണം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. ആളുകൾ നിങ്ങളുടെ കണ്ണുനീര് കാണാതെ പോയേക്കാം, പക്ഷേ അള്ളാഹു കാണുന്നുണ്ട്. ആളുകൾ നിങ്ങളുടെ ശ്രമങ്ങളെ വിലമതിക്കാതെ പോയേക്കാം, പക്ഷേ അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ആളുകളുടെ പ്രശംസ മാത്രം നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റബ്ബിൻ്റെ പ്രീതി നോക്കിയാൽ മതി. അവിടെ നിന്നാണ് യഥാർത്ഥ സമാധാനം തുടങ്ങുന്നത്. ഇന്ന് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഒരു ചോദ്യം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ എന്നെ എവിടെയാണ് മറന്നുപോയത്? ആ ചോദ്യം ഇന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകും. വേഗത്തിലൊന്നും ഒരു ഉത്തരം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക, നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് നോക്കുക, നിങ്ങളുടെ ഈമാനിലേക്ക് നോക്കുക, നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുക. ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് തന്നെ പറയുന്നുണ്ടാവും, എന്നെ ഒന്ന് നോക്കൂ എന്നുള്ളത്. അത് കേൾക്കാൻ തുടങ്ങുക. പക്ഷെ അതിനൊപ്പം അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് കേൾക്കുക. കാരണം നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ആളുകളുടെ അംഗീകാരമല്ല, അള്ളാഹുവിൻ്റെ സാമീപ്യമാണ്. അള്ളാഹു നമ്മളെ ആളുകളുടെ പ്രശംസ തേടുന്നവരാക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതി തേടുന്നവരാക്കട്ടെ. നമ്മുടെ നെയ്യത്തുകൾ ശുദ്ധമാക്കി തരട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു ശക്തമാക്കി തരട്ടെ. നമ്മളറിയാതെ ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ ജീവിതത്തെ അവനിഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റാൻ നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.